നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ഭാര്യയുടെ മൊഴിയെടുത്തു. ചെന്താമര നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ 1 മണിക്കൂറിലേറെ സമയമെടുത്താണ് ചെന്താമരയുടെ ഭാര്യയുടെ മൊഴിയെടുത്തത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത്. ദുരിതപൂർണമായ ജീവിതമാണ് ചെന്താമരയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നും പലപ്പോഴും തന്നെ ആക്രമിക്കാൻ ചെന്താമര ശ്രമിച്ചുവെന്നും ഭാര്യ മൊഴി നൽകി. ഒരിക്കൽ വലിയ വെട്ടുകത്തികൊണ്ട് തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തന്റെ വീട്ടിലേക്ക് നേരെ പോയത് തന്റെ 2 സഹോദരന്മാർ തന്നെ സംരക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരോടും വലിയ വിരോധമായിരുന്നു. തനിക്ക് അയൽവാസികളായ ലക്ഷ്മിയുടെ മരുമകൾ സജിത, പുഷ്പ എന്നിവരുമായി വലിയ സൗഹൃദമുണ്ടായിരുന്നു. പക്ഷേ അവരോട് സംസാരിക്കുന്നത് പോലും ചെന്താമരയ്ക്ക് സംശയമായിരുന്നു. സഹികെട്ടാണ് താൻ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്. ചെന്താമരയുടെ ഭാര്യ എന്നറിയപ്പെടാൻ താൽപ്പര്യമില്ലെന്നും താനിപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് പോലും ചെന്താമരയ്ക്ക് അറിയില്ലെന്നും പറഞ്ഞ ഇവർ താൻ എവിടെയാണുള്ളത് എന്ന കാര്യം വെളിപ്പെടുത്തരുത് എന്ന അഭ്യർത്ഥനയും പോലീസിന് മുന്നിൽ വെച്ചു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഏറെ നിർണായക മൊഴിയാണ് ചെന്താമരയുടെ ഭാര്യ നൽകിയിട്ടുള്ളത്. താനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമായ 3 പേരെയാണ് താൻ 2 തവണയായി കൊലപ്പെടുത്തിയതെന്നാണ് ചെന്താമര പറഞ്ഞിരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.